50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ നമുക്കിവിടെ ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? n×n+1 ആണ്. നമുക്കറിയാം n×n+1. നമ്മൾ n ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? നമുക്ക് എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണോ കാണേണ്ടത് അതാണ് n ആയിട്ട് എടുക്കേണ്ടത്. അന്നും പറഞ്ഞ് ആരും ആദ്യമേ കയറി 50 n ആയിട്ട് എടുക്കരുത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഇവിടെ 50 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 50 വരെ 25 ഇരട്ട സംഖ്യകളും 25 ഒറ്റ സംഖ്യകളും അല്ലടാ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ n എത്രയാണ്? ഇവിടുത്തെ n എന്ന് പറയുന്നത് 25 ആണ്, അല്ലാതെ 50 അല്ല. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളെന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് n 50 എടുക്കാം. പക്ഷേ ഇവിടെ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഇനി ഫോർമുല കൊടുത്താൽ പോരെ, n×n+1, അതായത് 25 × 25+1, അതായത് 25 × 26 ഈക്വൽ ടു ചെയ്ത് നോക്കാം. 25 × 26, 6×5 30, 0 3 ശിഷ്ടം 12 3 15, 2 × 5 10 0 1 ശിഷ്ടം 4 1 5 0 5 5 1 6, 650 ആണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി.